ഈ കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ ആനുവൽ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 34% ആണ്. അത് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് അതിന്റെ സെയിൽസ് ഗ്രോത്ത് റൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോയും കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ ചില വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ ഈ കമ്പനിയുടെ ഇ പി എസ് ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ചില ക്വാർട്ടറുകളായിട്ട് ക്രമേണ കൂടി വരുന്നുണ്ട്. റിസൾട്ട്സ് കഴിഞ്ഞ ചില ക്വാർട്ടറുകളായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതുപോലെ തന്നെ റൈസിംഗ് ROE ആണ്. ROE ഓരോ വർഷം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ ക്വാർട്ടർ കഴിയും തോറും ഇൻക്രീസ് ആകുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും അവരുടെ ഷെയർ ഹോൾഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച ഒരു വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. സ്റ്റോക്ക് അതിന്റെ 1.20 ടൈംസ് അതിന്റെ ബുക്ക് വാല്യൂവിന്റെ 1.20 ടൈംസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു എക്സ്പെക്റ്റഡ് അപ്സൈഡ് എന്ന് പറയുന്നത് 20-30% ആണ്. ഇതൊരു കുഞ്ഞു സ്റ്റോക്കാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, അതായത് ട്രേഡ് ഫോർ ലിവിംഗ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അവിടെ 45 റേഞ്ചിൽ നമ്മൾ കൊടുത്ത സ്റ്റോക്കാണ്. അത് ഏകദേശം 228 വരെ പോയി. അതായത് ഏകദേശം 500% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിംഗ്. ട്രേഡ് ഫോർ ലിവിംഗിന്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആ സ്റ്റോക്കിന്റെ പേരെന്ന് പറയുന്നത് GMDC ആണ്. GMDC ലിമിറ്റഡ് ആണ്. ഇപ്പോൾ നിൽക്കുന്നത് 180 റേഞ്ചിലാണ്. അപ്പോൾ ഒരു 160 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ പല പ്രാവശ്യം അതിൽ സ്വിംഗ് ട്രേഡ് ചെയ്ത ഒരു പിക്ക് കൂടിയാണ്. അതിൻ്റെ മികച്ച ലെവൽ എന്ന് പറയുന്നത് 160 ആണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഒരു 140ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇത് മാക്സിമം റൈഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. തീർച്ചയായും ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഒരു 300-400 റേഞ്ച് പോകാൻ സാധ്യതയുള്ള കമ്പനി തന്നെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ ടാറ്റ ഇലക്സി പറഞ്ഞത് 930യിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 10,000 ക്രോസ് ചെയ്തു. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 74% ആണ്. അതുപോലെ തന്നെ ജനറൽ പബ്ലിക് എന്ന് പറയുന്നത് 16.21, അതർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 4.06%, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 5.72% ആണ്. അതുപോലെ കമ്പനിയുടെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 228.5, അതുപോലെ തന്നെ ലോ എന്ന് പറയുന്നത് 59 ആണ്. അതുപോലെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഓണേഴ്സ് ഫണ്ടിലും അതുപോലെ തന്നെ നെറ്റ് ബ്ലോക്കിലും കറണ്ട് അസറ്റിലും എല്ലാം തന്നെ മികച്ച ഒരു ഗ്രോത്ത് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ക്വാർട്ടേർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ 2020 മുതൽ മികച്ച രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് റൈസ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും നെറ്റ് പ്രോഫിറ്റിലും അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റിലും ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു 10 പോയിന്റ് ഈ ഒരു സ്റ്റോക്ക് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ടെക്നിക്കൽസിലോട്ട് പോകാം. നേരത്തെ പറഞ്ഞതുപോലെ 160 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ ഇത് വീക്ക്ലി ചാർട്ടാണ്. 160 റേഞ്ചിലാണെങ്കിൽ മികച്ച ഒരു എൻട്രി തന്നെയായിരിക്കും. ഇപ്പോൾ എന്തായാലും ഒരു പീക്കിൽ നിൽക്കുവാണ്. ഡെയിലി ചാർട്ടിലും ഏകദേശം 160 റേഞ്ചിൽ തന്നെയാണ് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 140ക്ക് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നവർക്ക് അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത്. കമ്പനിയുടെ സെയിൽസ് ആൻഡ് മാർജിൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ഡേറ്റയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സെയിൽസും അതുപോലെ തന്നെ മാർജിനും കഴിഞ്ഞ 3 വർഷമായിട്ട് ക്രമേണ കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് ഒരു മികച്ച സൂചനയാണ് നൽകുന്നത്. കമ്പനിയുടെ വരും കാലങ്ങളിലുള്ള വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് പ്രൊമോട്ടേഴ്സ് ഒട്ടും തന്നെ പ്ലെഡ്ജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് കുറയ്ക്കുന്നില്ല. അതുപോലെ തന്നെ FIS ക്രമേണ സ്റ്റേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും അവർ ക്രമേണ കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഡിസംബർ 2021-ൽ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 763 ആയിരുന്നു. എന്നാൽ ഡബിൾ തന്നെ ആയിട്ടുണ്ട്, 1096 ആയിട്ടുണ്ട് മാർച്ച് 2022-ൽ. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 202-ൽ നിന്ന് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ട് 453 ആയിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം വായിക്കുന്നില്ല. തീർച്ചയായിട്ടും ട്രെൻഡ് ലൈൻ നല്ലൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക, ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ @stock fund എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡ് ഫോർ ലിവിംഗ് എന്ന് സെർച്ച് ചെയ്യുക.
വല്ലപ്പോഴും സ്വിംഗ് കോൾസ് ഞാനിവിടെ കൊടുക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റോക്സിൻ്റെയോ സിറോധയുടെയോ അക്കൗണ്ട് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.